മോതിര വിരലിൽ കറുപ്പ് വരാൻ പാടില്ല. ഉറപ്പാ. നമ്മൾ എന്തുകൊണ്ടാണ് വെഡ്ഡിങ് റിങ് ഈ മോതിര വിരലിൽ ഇടുന്നത്? വെഡ്ഡിങ് റിങ് മറ്റുള്ള വിരലിലൊന്നും നമ്മൾ കല്യാണത്തിന് മറ്റുള്ള ഒരു വിരലും നമ്മൾ കാണിച്ചു കൊടുക്കത്തില്ല. എന്തിനാണ് ആ മോതിര വിരൽ കാണിക്കുന്നത്? ഈ മോതിര വിരൽ ഒത്തിരി നീളം കൂടാൻ പാടില്ല. ഈ മോതിര വിരലും ചൂണ്ടുവിരലും ഒരേ നീളം ഒരുപാട് നീളം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മോതിര വിരലിന് ഒത്തിരി നീളം വരിക, ഒന്ന് ചരിഞ്ഞിരിക്കുക. നമ്മുടെ ഈ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനി. ഈ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ശുക്രമണ്ഡലം നോക്കി പറയാൻ പറ്റൂ, ഈ ഭാഗമൊക്കെ നല്ല കറുപ്പായിരിക്കും. ഈ പലപ്പോഴും സാമ്പത്തികം നമുക്ക് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ഒഴുക്കിൽ ഇങ്ങനെ കാശ് വന്നുകൊണ്ട്, പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതങ്ങ് നീക്കും. നമ്മൾ ചെയ്യുന്ന ജോലികൾ എത്ര ചെയ്താലും ശരിയാവുന്നില്ല. അത് നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതങ്ങ് സാമ്പത്തികം നിന്നു പോകുന്നൊരവസ്ഥ. നമുക്കത് നിർത്താതെ എങ്ങനെ ആ ഒരു ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും ഈ ഹസ്തരേഖ പ്രകാരം? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും അമേസിംഗ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് ചില പ്രത്യേകതരം ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രയോജനം ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസാണ്. അതിന് ആൻസർ പറയാനായിട്ട് മാഡം ഇവിടെ ഉണ്ട്. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം നല്ല നല്ല കമൻറ്റുകൾ തന്ന് ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. മാഡത്തിൻ്റെ സ്വാഗതം ചെയ്യാം. മാഡം നമസ്കാരം. നമസ്കാരം സാറേ. നമ്മൾ ഈ വിവാഹം സമയത്താണ് നമുക്ക് മോതിര വിരൽ കൂടുതൽ, അതെ, പെട്ടെന്ന് ആ സമയത്താണ് മോതിര വിരലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പിന്നെ മോതിര അളവെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ചിലർ ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്, ഇതെങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല, ഒരുപാട് നീളം കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഉണ്ടോ? സാറ് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്കും നമ്മുടെ പഴയ തലമുറക്കാരും നമ്മുടെ മുൻഗാമികളും ഏറ്റവും പറയുന്ന ഒരൊറ്റ കാര്യം, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ആ മോതിര വിരലിനുണ്ട്. ഈ മോതിര വിരലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് വെഡ്ഡിങ് റിങ് ഈ മോതിര വിരലിൽ ഇടുന്നത്? വെഡ്ഡിങ് റിങ് മറ്റുള്ള വിരലിലൊന്നും നമ്മൾ കല്യാണത്തിന് മറ്റുള്ള ഒരു വിരലും നമ്മൾ കാണിച്ചു കൊടുക്കത്തില്ല. എന്തിനാണ് ആ മോതിര വിരൽ കാണിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സ്ഥാനമാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവ്. അത് മാത്രമല്ല, ഈ മോതിര വിരലിൻ്റെ താഴെയാണ് സൂര്യരേഖയും സൂര്യമണ്ഡലവും. സൂര്യരേഖയും അപ്പം നല്ലൊരു വിരലാണ് മോതിര വിരൽ. അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മുടെ പവിത്രമായ വെഡ്ഡിങ് റിങ് അതിലിടുന്നത്. വെഡ്ഡിങ് റിങ് പഴയ കാലത്തുള്ള ആൾക്കാർ ഒരിക്കലും ഊരാറില്ല, താലി വെഡ്ഡിങ് റിങ്. ഇപ്പോഴാണ് അതിനൊക്കെ പ്രാധാന്യം കുറഞ്ഞുറഞ്ഞ് വരുന്നത്. പക്ഷെ ഈ മോതിര വിരൽ ഒത്തിരി നീളം കൂടാൻ പാടില്ല. ഈ മോതിര വിരലും ചൂണ്ടുവിരലും ഒരേ നീളം ഒരുപാട് നീളം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മോതിര വിരലിന് ഒത്തിരി നീളം വരിക, ഒന്ന് ചരിഞ്ഞിരിക്കുക, ഒന്ന് ചരിയുക. ഒന്ന് അങ്ങോ ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് ചരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പന്ത് പോലെ ഒന്ന് വീർത്തിരിക്കുക. ഇതൊന്നും അത്ര നല്ല ക്വാളിറ്റി അല്ല. ഒരാളിൻ്റെ ക്വാളിറ്റി, ഒരടുത്ത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളിൻ്റെ എത്ര പണക്കാരനായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെല്ലാം ആദരിക്കുന്ന ആളൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ ഈ മോതിര വിരൽ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇയാൾ എങ്ങനെയാ പൈസ ഉണ്ടാക്കിയത്? മോതിര വിരൽ ഒത്തിരി നീളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല കുട്ടി ചീത്തയാകും പോലെ. സൂര്യന്റെ വിരലാ, സൂര്യന്റെ അതൊന്ന് ചരിയാനും ഒന്നും അതിന്റെ ഷേപ്പ് മാറാനും പാടില്ലെങ്കിൽ നമ്മൾ പലിശയ്ക്ക് കൊടുക്കുക, കുതിരപ്പന്തായം, സകല കലാവല്ലഭൻ. അതെ, കാശ് ഉണ്ടാക്കണ സാറേ. ഞാനിത് ചെറിയ എക്സാമ്പിളാ സാറിനോട് പറഞ്ഞത്. ഇനി ഏതൊക്കെ വഴിയില എന്ന് സാറിന് മനസ്സിലാക്കണം. അല്ല അപ്പം നമ്മളെ സമൂഹം മനസ്സിലാക്കണം. അങ്ങനെ 10 വീടുണ്ട്, 10 കാറുണ്ട്, ഇങ്ങനെയൊക്കെ. എൻ്റെ മുന്നിൽ ഇത്രയും ഞാൻ ഒത്തിരി കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാള് 2 പേര് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇങ്ങനെയല്ലേ പൈസ ഉണ്ടാക്കിയതൊന്നും എനിക്ക് പറയാൻ. ആദരിക്കുന്ന ആളും കൂടെയാണ്, എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ്. അപ്പം എനിക്കൊന്നും പക്ഷെ എനിക്ക് ഒത്തിരി പൈസ ഉള്ള കാര്യം അറിയാം. ഇവർ പലിശയ്ക്ക് കൊടുത്തിട്ട് പാവപ്പെട്ട ആരെങ്കിലും തിരിച്ച് പൈസ കൊടുക്കാതില്ലെങ്കിൽ ആ വീടിന് എഴുതി വാങ്ങിക്കും. അപ്പം ഇവർക്ക് കർമ്മവും ബാധിക്കും. കർമ്മം ബാധിക്കും സാറേ, തീർച്ചയായിട്ടും ബാധിക്കും. ആ അതാണ് നമ്മൾ എപ്പോഴും പറയും, മോതിര വിരൽ നല്ലൊരു വിരലാണ്. അവിടെ ഈ മോതിര വിരലിൽ കറുപ്പ് വരാൻ പാടില്ല, ഉറപ്പാ.
കറുപ്പെന്ന് പറഞ്ഞാൽ കാക്കപ്പുള്ളി, അത് വരാൻ പാടില്ല. നമ്മുടെ പ്രശസ്തി, യശസ്, കീർത്തി ഇതെല്ലാം ആരെങ്കിലും നശിപ്പിക്കും. നമ്മൾ നല്ല പ്രശസ്തിയിലിരിക്കുകയായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ കാരണം ബൈ ബർത്തിൽ. ഞാൻ നോക്കുന്ന ബൈ ബർത്തിലേ ഉണ്ട് എന്നുള്ളതാണ്. ബൈ ബർത്തിലേ ഇത് കാണും, ആരും ശ്രദ്ധിക്കൂലല്ല. അത് നമ്മളെ ജാതകത്തിലെ സൂര്യരേഖയിലും കാണും, ഗ്രഹനില എടുത്താലും കാണും. പക്ഷെ ഇത് ഈ കാക്കപ്പുള്ളി വരാൻ സാർ അത് ഒരിക്കലും നന്നല്ല. സൂര്യരേഖയിലും സൂര്യമണ്ഡലത്തിലും കറുത്ത പുള്ളി വരാൻ പാടില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഹാദേവന്റെ തൃപ്പാദങ്ങൾ മുറുകി പിടിക്കണം. രക്ഷപ്പെടുത്തണേ, ഒരു രക്ഷയും ഇല്ല, ജീവിക്കാൻ പ്രാർത്ഥന അനിവാര്യമാണ് സാറേ. പ്രാർത്ഥന മാത്രമാണോ നമുക്ക് സഹജീവികളോടൊക്കെ നമുക്ക് ഒന്ന് ഒരു കടപ്പാട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. തീർച്ചയായിട്ടും മാറ്റം വരും. നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം സാർ. അർഹതപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം വേണം, അമ്പലങ്ങളിലൊക്കെ ഈ ചോറൊക്കെ കൊടുക്കാൻ എനിക്ക് താല്പര്യ കുറവാണ്. കാരണം അന്നം ഇല്ലാത്തവർക്ക് കൊടുക്കണം. അന്നം ഇല്ലാത്ത എത്രയോ, നമ്മളെ കേരളത്തിൽ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ അന്നം ഇല്ലാത്തവർക്ക് തന്നെ കൊടുക്കണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കല്യാണം കഴിക്കാൻ, അവർക്ക് ഇപ്പം ആഹാരം കഴിക്കാൻ വഴിയില്ലാത്തൊരു ഇന്ന സ്ഥലത്ത് ഇന്ന ക്ഷേത്രത്തിലൊരു അന്നദാനം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്ന് കഴിക്കാം. അങ്ങനെ ഒരു 10% കൊടുക്കാം തീർച്ചയായിട്ടും. പിന്നെ ബലി ഇടുന്നിടത്ത് കൊടുക്കാം. ബലി ഇടുമ്പോൾ ആരും ഒന്നും കഴിക്കാതെയാണ് വന്നിരിക്കുന്നത്. അവർ ചിലപ്പോൾ കഴിച്ചു. അത് പക്ഷെ അതൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് വീട്ടില് ഒരു നമ്മൾ സദ്യ ഒരുക്കി പൂർവികർക്കൊക്കെ കൊടുത്തിട്ട് സാറേ, പൂർവികർക്ക് കൊടുത്ത് നമ്മൾ അന്നദാനം കൊടുക്കാറുണ്ട്. അതെനിക്ക് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് തോന്നാറുള്ളത്. എന്ന് വെച്ചാൽ അവിടെ വന്ന് ബലിയിടാൻ വരും. ബലിയിടാൻ വന്നിട്ട് അവരൊന്നും കഴിക്കാതെ തിരിച്ചവർ ആഹാരം കഴിച്ചിട്ടാണ് പോണത്. ഒന്നുമില്ലാതെ അല്ല, ബലിയിട്ട് കഴിഞ്ഞതിന് ശേഷം കഴിക്കും. കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് സദ്യ ഒരുക്കി അത് തന്നെ സാർ, അത് കർക്കിടക ഭാവക്കാണ് സാർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ദിവസവും ഉണ്ട്. അല്ല, ബലി ഞാനും അങ്ങനെ ചെയ്തു വരുന്നത്, ബാക്കി എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ല, അവിടെ നിന്ന് ആൾക്കാർ കഴിക്കുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ അവിടെയും ഭിക്ഷക്കാർ കാണുമല്ലോ സാറേ, അവർക്ക് കൊടുക്കാമല്ലോ. അവിടെ ഇഷ്ടംപോലെ ഭിക്ഷക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും ഭിക്ഷക്കാരുണ്ട്, വീടി വിട്ടൊക്കെ ഇറങ്ങുന്നവരെ ഒത്തിരി, അവർക്കൊക്കെ കൊടുക്കാം. അപ്പൊ എന്തായിരുന്നാലും ശരി തന്നെ ഈ ദോഷങ്ങൾ അകറ്റാൻ നമുക്ക് കുറച്ച് പരോപകാരം ചെയ്തേ പറ്റൂ. അത് തീർച്ചയായും പരോപകാരം നമ്മൾ ആപത്തില്ലാതാക്കും എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. ഈ പലപ്പോഴും സാമ്പത്തികം നമുക്ക് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ഒഴുക്കിലിങ്ങനെ കാശ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതങ്ങ് നീക്കും. നമ്മൾ ചെയ്യുന്ന ജോലികൾ എത്ര ചെയ്താലും ശരിയാവുന്നില്ല. അത് നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നു. ഇതങ്ങ് സാമ്പത്തികം നിന്നു പോകുന്നൊരവസ്ഥ വരും. നമുക്കത് നിർത്താതെ എങ്ങനെ ആ ഒരു ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും ഈ ഹസ്തരേഖ പ്രകാരം? ഒരു ഹസ്തരേഖ കാണുമ്പം തന്നെ നമ്മുടെ രണ്ട് കൈ, മിക്കവാറും വരുന്നവരുടെ എല്ലാം കൈ നോക്കുമ്പോൾ എല്ലാവരും പറയണ എന്താ, മേഡം എത്ര അധ്വാനിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല, അവിടെ അങ്ങ് നിന്നുപോകും. നമ്മുടെ മുൻജന്മ കർമ്മ ബലമാണ് അത്. നമ്മൾ ആ ഗ്രഹനില നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മുടെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു വരണം. ആ ഭാഗ്യരേഖയിൽ കാക്കപ്പുള്ളി വരാൻ പാടില്ല, അത് ഭാഗ്യരേഖ മുറിയാൻ പാടില്ല. അതിൽ യവം എന്ന് പറഞ്ഞാൽ ചെറിയ കണ്ണിൻ്റെ ആകൃതി, ശ്രദ്ധിക്കുക സാറേ, ആ കണ്ണിൻ്റെ ആകൃതി ഉണ്ടെങ്കിൽ നമ്മളെ പൈസ തട്ടിക്കൊണ്ട് പോകും. പലിശ ഓരോരുത്തരും കൊടുക്കണം, ലക്ഷമാണ് കൊടുക്കണം, ആരും അറിയാതെ. 17-18 എൻ്റെ മുന്നിൽ വരണത് കൊടുക്കണ പൈസകളാ. അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അതിൽ നല്ലൊരു യവമുണ്ട് കണ്ണിൻ്റെ ആകൃതി. അതുപോലെ തന്നെ ഈ ഒരിക്കലും ഭാഗ്യരേഖ ഈ വിരൽ കയറാൻ പാടില്ല. ശനിവിരല്, ഇത് നടുവിരലല്ല, ശനിവിരല്. ശനിയാണ്, ശനി ചില്ലറയല്ല. നമ്മളെ ഉയർത്തിയവര് തന്നെ നമ്മളെ നന്നായിട്ട് താഴ്ത്തിയിടും. രാഷ്ട്രീയത്തിലൊക്കെ ഇത് കൂടുതലും കാണുന്നത്. പിന്നെ നമുക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു രക്ഷയുമില്ല മാഡം, പൈസ ഇല്ല, ജീവിക്കാൻ ആത്മഹത്യയാണ് ഇന്ന്. അപ്പം ഞാൻ പറയും, വെള്ളിയാഴ്ച ഇടന്ന് ഒരു നേരത്തെ ഫുഡ് ഉപേക്ഷിക്കാൻ പറയും, ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ. എന്നിട്ട് അന്ന് വെള്ളിയാഴ്ചയാണ് നമ്മളെ മഹാലക്ഷ്മി ദേവി, ദുർഗാദേവി. എന്നിട്ട് ഞാൻ പറയും, ഞാൻ മന്ത്രം കൊടുക്കും, ഈ പായിലോ പലകിലോ നിഷ്ഠയായിട്ട് അപ്പം ജപിക്കാൻ പറയും. ഇങ്ങനെ കുറേയൊക്കെ ഞാൻ ഇത് മാത്രമല്ല, ഇത്തിരി പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പം വിളിക്കാറുണ്ട്, മാഡം ഇത്തിരി ഇപ്പം ഒരു ജോലിയായി. സത്യത്തിൽ സാറേ മുങ്ങിത്താഴണ വരെയാ.
പിടിച്ചുയർത്തണം, മുങ്ങിത്താരണം വരാൻ. ഇപ്പം മാഡം ഇപ്പം ജോലി കിട്ടി, ചെറിയ ഇപ്പം ഡെവലപ്പായി എന്ന് വിളിച്ച് പറയും. നന്ദി ഉള്ളവർ വിളിച്ച് പറയാറുണ്ട്. വെള്ളിയാഴ്ച ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് പൈസ, നമ്മളെ മുൻജന്മ കർമ്മഫലം, അതായത് നമുക്ക് ശുക്രനാണ് നമ്മൾ ഒരാളെ അട്രാക്ട് ചെയ്യുന്നതും. ശുക്രമണ്ഡലം ഒരുപാട് ഉയരാനും പാടില്ല, ഒത്തിരി താരാനും പാടില്ല. നമ്മുടെ കയ്യിൽ ഒത്തിരി ഉയർന്നാൽ സ്ത്രീ വിഷയം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് അതേ തന്നെ വരാം. ഇത്തിരി താരാനും മീഡിയമായിട്ട് നിന്നാൽ അട്രാക്റ്റീവ് പവർ കൂടുതലാണ്. അട്രാക്റ്റീവ് നമ്മൾ മീനോ എന്ന് പറയും, മീനരാശിയിൽ ശുക്രൻ നിൽക്കുക, കന്നി രാശിയിൽ ശുക്രൻ നീചമായിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ശുക്രമണ്ഡലത്തിലാണ് നമ്മുടെ ഈ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തധമനി. ഈ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ശുക്രമണ്ഡലം നോക്കി പറയാൻ പറ്റും. ഈ ഭാഗമൊക്കെ നല്ല കറുപ്പായിരിക്കും. തീർച്ചയായിട്ടും പറയാം. നന്നായിട്ട് ഹസ്തരേഖ പഠിച്ച ഒരാളുടെ ഒരു കൈ നോക്കി നന്നായിട്ട് അവരുടെ അസുഖ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചിലവർ വെളിയിൽ പറയൂല എന്ത് അസുഖം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾക്ക് ഞാൻ എല്ലാം ഓപ്പണായിട്ട്, എന്നുവെച്ചാൽ നന്നാവാനാ സാറേ ഞാൻ പറയണത്. തീർച്ചയായും നന്നായി വരിക, നന്നാവുന്നത് വരണ ആപത്ത് എല്ലാം ഞാൻ നന്നാവുന്നതിനാണ് പറഞ്ഞു കൊടുക്കണത്. എന്ത് സന്തോഷം എന്നറിയാമോ സാറേ പറഞ്ഞ്. എനിക്ക് ഇറങ്ങി പോകുമ്പോൾ എന്നെ 2 കൈ വെച്ച് തൊഴുമ്പോൾ മനസ്സിലാവും ഇവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന്. യൂട്യൂബിൽ കൈ അയക്കും, ഞാൻ പറഞ്ഞുകൊണ്ട് കുറേ പറയാറുണ്ട്. ലാസ്റ്റ് 2 കൈയും വെച്ച് തൊഴുന്ന സിമ്പിൾ അയക്കും. എന്ത് മാഡം ഞാനിനി ചെയ്യേണ്ടത്, ഞാൻ വരാം, ഞങ്ങൾ കണ്ണൂരിലിരുന്ന് വരുമ്പോൾ ഞാൻ വരും മാഡം, തീർച്ചയായിട്ടും മാഡത്തിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വരണം എന്ന് ഞാൻ പറയാറുമുണ്ട്.